നമസ്കാരം. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുത്വയുടെ ഒരു ട്രോജൻ കുതിരയാണെന്ന് ഞാൻ എഴുതിയിരുന്നു. കാരണം ആ ഒരു വേൾഡ് വ്യൂവിൽ ഈ മറ്റേ സ്വാശ്രയ ഗ്രാമം, ജൈവ കൃഷി, സ്വാശ്രയത്വം, ഈ പറയുന്നതിലൊക്കെ യാഥാസ്ഥികതയുടെയും ഫ്യൂഡലിസത്തിൻ്റെയും എലമെൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നിരന്തരമായ പ്രബോധനം സൃഷ്ടിക്കുന്ന ആശയലോകം എന്താണ് എന്നൊരു പ്രശ്നമുണ്ട്. നോക്കൂ, വേറെ സ്വാശ്രയത്വം എന്ന് പറയുന്ന കാര്യം നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക. കുഴപ്പമാണ് അങ്ങനെ മനുഷ്യന് എൻ്റെ പൊന്നു ദാവീദേ, നിങ്ങൾ ആ ചാനലിൽ ഇരുന്നുകൊണ്ട് ഔട്ട് ഓഫ് ഫോക്കസ് എന്നൊക്കെ പറഞ്ഞൊരു ഇരുട്ടുമുറിയിലിരുന്ന് അടുപ്പുകലിനും പോലിരുന്ന് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്തോളൂ. ജൈവ കൃഷി സംഘിസമാണ്, RSS വൽക്കരണമാണ്, സ്വാശ്രയത്വം എന്നത് സാധ്യമായിട്ടുള്ള കാര്യമാണോ, അത് സംഘികളുടെ അല്ലെങ്കിൽ ഈ ഫ്യൂഡൽ മാടമ്പികളുടെയൊക്കെ ഒരു രീതിയാണ് എന്ന തരത്തിൽ എന്ത് ഭ്രാന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ പുറത്തിറങ്ങി വന്ന് പൊട്ടിത്തെറിക്കരുത് പ്ലീസ്. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ. ഞങ്ങൾക്ക് സ്വർഗവും വേണ്ട, ഊറിയും വേണ്ട, ഒരു മാങ്ങാത്തുലിയും വേണ്ട. ഈ ഭൂമിയിൽ ഉള്ള ആയുസ്സും വെച്ച് അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ ജീവിച്ചു പോയിക്കൊള്ളാം. അകത്തിരുന്ന് എന്ത് ഭ്രാന്ത് വേണമെങ്കിലും പറഞ്ഞു, പുറത്തിറങ്ങി പൊട്ടിത്തെറിക്കരുത്. ഈ വെള്ളക്കോളർ ഭീകരവാദം എന്നൊരു ഓമന പേരിൽ ഇപ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ, അത് മാധ്യമപ്രവർത്തകരിലും ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളുടെ തന്നെ വിഭാഗമായ മറ്റൊരു മാധ്യമപ്രവർത്തകരാണ്, അരുൺകുമാറാണ്. റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് പറഞ്ഞത്. അതിനുശേഷം കിളി പോയത് കണക്കാണ് ഈ ദാവൂദ് എന്ന് പറഞ്ഞ ഇയാളുടെ പെരുമാറ്റമെല്ലാം. അയാൾ എന്താണ് പറയുന്നത് എന്ന് അയാൾക്ക് പോലും യാതൊരു അറിവുമില്ല. ഈ കേരളത്തിൽ ഇനി അയാൾക്ക് സംഖ്യയാക്കാൻ കുറച്ച് ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും പുള്ളി സംഖ്യയാക്കി കഴിഞ്ഞു. അതിനർത്ഥം ഇവിടെ മുഴുവൻ സംഖ്യകളാണെന്നല്ല, അയാളുടെ കണ്ണിൽ അതെല്ലാം സംഖ്യകളാണ്, അല്ലെങ്കിൽ RSS വൽക്കരണം നടത്തുന്നവരാണ്. ഏറ്റവും ഒടുവിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ജൈവ കൃഷിയെ കയറി പിടിച്ചിരിക്കുന്നത്. ആ ജൈവ കൃഷി CPMകാർ പോലും പ്രോത്സാഹിപ്പിക്കുകയാണത്രേ. ജൈവ കൃഷി വലിയ പ്രശ്നമാണ് എന്ന് അയാൾ എഴുതിയിട്ടുണ്ടെന്നാണ് അയാൾ പറയുന്നത്. അയാൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യട്ടെ, ആർക്കെന്ത് ചെയ്താൽ. സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത, ഇതൊരാൾക്ക് സാധ്യമാകുമോ എന്നാണ് ചോദിക്കുന്നത്. ലക്ഷ്യം വേറെയാണ്. ഇവിടെ നരേന്ദ്രമോദി പലതവണയായിട്ട് പറയുന്നുണ്ട് ആത്മനിർഭർ ഭാരത്, മേക്കിംഗ് ഇന്ത്യ പോലുള്ള വാചകങ്ങൾ അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമായിട്ട് നിൽക്കണം, മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം, പക്ഷേ പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാണണം. അല്ലാതെ ഒരു തന്നെ സൗജന്യം വാങ്ങരുത്. അതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഒരു മനുഷ്യന് മറ്റാരെയും ആശ്രയിക്കാതെ നിൽക്കാൻ പറ്റുമോ എന്ന്, അങ്ങനെയുള്ള അത്രയും വിശാലമായ അർത്ഥമൊന്നും അതിനില്ല. സ്വയം പര്യാപ്തത എന്നതിൻ്റെ അർത്ഥം മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുക എന്നാണ്. ഇപ്പോൾ പല കാര്യത്തിനും ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി ചിലപ്പം മറ്റൊരാൾ ഓടിക്കുന്ന വാഹനത്തിലാണ് പോകേണ്ടതെന്ന്, നമ്മളത് കൂലി കൊടുക്കുകയാണ്. അതിന് ഈ പറയുന്ന പോലെ മറ്റൊരാളുടെ സഹായം തേടി എന്നല്ല പറയുന്നത്, നമ്മളതിന് പ്രതിഫലം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇയാളുടെ ഏത് അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് സംഖ്യവൽക്കരണം RSSൻ്റെ അജണ്ട ആവുന്നത് എന്ന് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഫ്യൂഡലിസം, മാടമ്പി പരിപാടി എന്നൊക്കെയാണ് അയാൾ അതിന് പറയുന്നത്. ഇതൊക്കെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട്. ഒരുപക്ഷേ ഇവരുടെയൊക്കെ ഈ വെള്ളക്കോളർ ഭീകരവാദം ജനങ്ങളുടെ മുന്നിൽ വെളിവായതിനു ശേഷം കിളി പോയി പിച്ചും പേയും പറയുകയാണെന്ന് തോന്നുന്നത്. ആയിക്കോട്ടെ, പിച്ചും പേയും പറഞ്ഞോട്ടെ. മീഡിയ വൺ എന്നൊരു ചാനലുണ്ട്, അതിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനകത്ത് 3 കക്കൂസ് കല്ല് പോലെ വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഇരുന്നുണ്ട്. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഒരടച്ചിട്ട മുറിയല്ലേ, അല്ലെങ്കിൽ തുറന്ന മുറി ആയിക്കോട്ടെ, നമുക്ക് ശല്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്ന് ട്രോളാം, അതുവരെ ഓക്കെയാണ്. പക്ഷേ പുറത്തിറങ്ങി പൊട്ടിത്തെറിക്കരുത്. അപേക്ഷയാണ്. ഞങ്ങൾക്ക് സ്വർഗവും വേണ്ട, ഹൂറിയും വേണ്ട, മദ്യപ്പോയും വേണ്ട, ഒരു പുണ്ണാക്കും വേണ്ട. ഇങ്ങനെ അങ്ങ് ജീവിച്ച് പോയാൽ മതി, ഉപദ്രവിക്കരുത് പ്ലീസ്.